നവകേരള സദസ്സ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധവുമുണ്ട്. കാരണം കഴിഞ്ഞ 14 ജില്ലകളിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം ജനങ്ങൾ കണ്ടതാണ്. ഒരു വ്യക്തിക്കും ഈ സദസ്സ് കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടായില്ല. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല. ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഈ നവകേരള സദസ്സെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളെ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലാതെ കേരളത്തിന് ഈ സദസ്സ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി? ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? പാവപ്പെട്ട ജനങ്ങളുടെ ഏത് പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത്? ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമാണ്. തെരഞ്ഞെടുപ്പിന് പാർട്ടി അണികളെ സജ്ജമാക്കാൻ സർക്കാർ ചെലവിൽ നടത്തിയ ഒരു മാമാങ്കമാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിന് ഒരു തരത്തിലും ജനങ്ങളിലൊരു ചലനമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു നടപടി ആയി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം കൊടുക്കുന്നത്. ശരിയായ നടപടിയാണോ? ജനാധിപത്യ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത നിലയിലാണ് മുഖ്യമന്ത്രി അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത്. അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. അക്രമകാരികളുടെ പേരിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത്. ഇതൊന്നും ചെയ്യാതെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ചുണക്കുട്ടികളെ മർദ്ദിക്കുന്ന നടപടിക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. അത് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത്. പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം നൽകിയിട്ടുണ്ട്.